ഹലോ, നമസ്കാരം. ഇന്ന് നമ്മളിതാ ചക്ക കൊണ്ട് അപ്പം ഉണ്ടാക്കാനാണ്. അപ്പോൾ ഞാനൊരു 10 ചുള ചക്ക എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചക്ക ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഞാനിത് അതിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാം. ഇതിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ പലഹാരത്തിന് വേണ്ട അരി നമുക്കിതിലിട്ട് കൊടുക്കാം. നന്നായി കുതിർത്തിയെടുത്ത അരിയാണ്, 1 കപ്പ് അരി കുതിർത്തിയെടുത്തതാണ്. ഇതിലേക്ക് നമുക്ക് 2 ഏലക്കായ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 മുറി നാളികേരം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ നേരത്തെ വഴറ്റിയെടുത്ത ചക്കയാണത്, ഇത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ശർക്കരപ്പാൻ 2 കട്ട ശർക്കരയാണ് നമ്മളത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുഞ്ഞ ഉള്ളിയാണ് ചെറുതായി അരിഞ്ഞ് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ചെറിയ ജീരകം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിത് അതിനുശേഷം നെയ്യ് തടവിയ ഒരു പാത്രമാണ്, ഇതിലേക്ക് നമുക്കത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം തിളച്ച് കിടക്കുകയാണേ, നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇടയ്ക്കിത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തെടുക്കാം. ഇനി നമുക്കിത് ചൂടാറിയതിൻ്റെ ശേഷം നമുക്കിത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ എളുപ്പത്തിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ അപ്പതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നമുക്ക് പെട്ടെന്ന് പണി കഴിയും ചെയ്യും. അതേ നമ്മുടെ അപ്പം നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചക്ക കിട്ടുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയതാണ്. എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം. നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം.